ഗ്യാസിന്റെ കാര്യം വരുമ്പോൾ നമുക്ക് ആകെ ഒരു ടെൻഷനാണല്ലേ. ഇപ്പോൾ ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്കാണെങ്കിലും അല്ലാത്തവർക്കാണെങ്കിലും വളരെ ഉപകാരപ്രദമാകുന്ന ഒരു നല്ല അടിപൊളി വീഡിയോ ആണ് കേട്ടോ. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഗ്യാസ് മാക്സിമം നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അതിപ്പോൾ ഫ്ലാറ്റിലുള്ളവർക്കാണെങ്കിലും ചെയ്യാൻ പറ്റുന്ന കിടിലൻ സൂത്രങ്ങളാണ്. ആരും സ്കിപ്പ് ചെയ്യരുത്, പൂർണ്ണമായിട്ട് കാണുക. സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് നമുക്കൊരു റൈസ് കുക്കർ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പകുതി തലവേദന ഒഴിഞ്ഞെന്ന് പറയാം കേട്ടോ. അത്ര ഉപയോഗപ്രദമാണ് നമ്മളുടെ റൈസ് കുക്കർ. നമ്മൾ ചായ ഇപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഒരു നേരത്തായിരിക്കും ഒരാൾ കുടിക്കുന്നത്, വേറൊരു സമയത്തായിരിക്കും വേറൊരാൾ കുടിക്കുന്നത്. അപ്പോൾ ചൂടാക്കി കൊടുക്കുമ്പോൾ അത്രയും ഗ്യാസ് നമുക്ക് നഷ്ടമാകും. ഇതിപ്പോൾ ഒരാൾക്കുള്ള ചായ ആയതുകൊണ്ടാണ് ഒരു കപ്പ് വെച്ചേക്കുന്നത്. എത്രത്തോളം ചായ ഉണ്ടോ ആ ഒരു ചായ നല്ല കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ റൈസ് കുക്കറിൽ ഇറക്കി വെച്ച് മൂടി വെച്ച് കഴിഞ്ഞാൽ ഒരു 2-3 മണിക്കൂർ നല്ല തിളച്ച് തന്നെ ഇരിക്കും. ഇതേ മെത്തേഡ് തന്നെ നമുക്ക് പഴയ കുക്കറിൽ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഞാൻ ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്തവർ പോയി കാണുക. ആ ഒരു കുക്കർ ഉണ്ടെങ്കിലും നമുക്ക് ഇതേ മെത്തേഡ് ചെയ്യാം. പക്ഷെ ഒരു 1-1.5 മണിക്കൂറേ അതിൽ ചൂടോടുകൂടി ഇരിക്കുള്ളൂ. അതേ ഉള്ള ഒരു വ്യത്യാസം. പക്ഷെ ഇതേ ബെനിഫിറ്റ് അതിൽ കിട്ടുന്നതാണ് കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ നമ്മൾക്ക് ഗ്യാസ് അധികമായിട്ട് പോകുന്ന ഒരു കാര്യമാണ് നമ്മൾ ബിരിയാണിയൊക്കെ ദമ്മിടുക എന്നുള്ളത് അല്ലേ. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് നെയ്ച്ചോറാകട്ടെ ബിരിയാണി ആകട്ടെ എല്ലാം നമുക്ക് ഈ ഒരു റൈസ് കുക്കറിൽ വെക്കാനായിട്ട് സാധിക്കും. വെള്ളം എടുക്കുമ്പോൾ ഇപ്പോൾ 2.5 ഗ്ലാസ് ആണെങ്കിൽ 2.25 ഗ്ലാസ്, ഒരു 1/4 ഗ്ലാസ് കൂടുതലായിട്ട് നമ്മൾ എടുത്താൽ മാത്രമേ ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വെന്ത് കിട്ടുള്ളൂ കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ നമുക്ക് ബിരിയാണി ദമ്മിടുമ്പോൾ നമ്മൾ 1/2 മണിക്കൂർ 3/4 മണിക്കൂറാണ് നമ്മൾ ദമ്മിടാനായിട്ട് നേരിയ സിമ്മിൽ തീയിട്ട് വെക്കുന്നത് ഗ്യാസ്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഈ ഒരു റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചാലേ നമുക്കത് ആ ഒരു സമയം ആ ഒരു ഗ്യാസ് ലാഭിക്കാൻ സാധിക്കും. ബിരിയാണിയുടെ ഇതുപോലെ തന്നെ നെയ്ച്ചോറും മസാല ഉണ്ടാക്കി വെച്ചതിന് ശേഷം ദമ്മിടാനായിട്ട് നമ്മൾ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചാൽ മാത്രം മതി. 1 മണിക്കൂർ ഒന്ന് നമ്മളുടെ റൈസ് കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ ബിരിയാണി നല്ല കിടിലനായിട്ട് ദമ്മായിട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ താളിച്ചൊക്കെ ഇതുപോലെയൊക്കെ ഒഴിച്ചെടുക്കുക. നമ്മൾ പിന്നീട് നമുക്ക് താളിപ്പൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അതുപോലെ തന്നെ നെയ്ച്ചോറ് വെക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് കറി ചൂടാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ചോറിൻ്റെ മേളിലേക്ക് ഈ ഒരു കറി കൂടി വെച്ച് കൊടുത്ത് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കറി നല്ല തിളച്ച് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ കറി പിന്നെ ചൂടാക്കുക അങ്ങനെയുള്ള ഒരു പ്രോസസ്സൊന്നുമില്ല. അതുപോലെ കഴിച്ച് കഴിഞ്ഞ് ചൂടോടുകൂടി രാത്രി വരെ ഇരിക്കാനായിട്ട് ഈ ഒരു റൈസ് കുക്കർ ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് രാത്രി ഇനിയിപ്പോൾ എടുക്കുമ്പോൾ രണ്ടാമത് ചൂടാക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ റൈസ് കുക്കറിൽ തന്നെ കറിയും ചോറും ഇതുപോലെ തന്നെ വെച്ച് കഴിഞ്ഞാൽ രാത്രി ആയാലും നല്ല ഫ്രഷ് ആയിട്ടും നല്ല ചൂടോടുകൂടിയും നമുക്ക് ഈ ഒരു 2 സാധനം കിട്ടും. ഇതേ പ്രോസസ്സ് തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു കാര്യം കാണിച്ചു തരുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് തോരൻ വെക്കാം, മെഴുക്കുപുരട്ടി ഉണ്ടാക്കാം. നമ്മളിപ്പോൾ ചോറ് ഇപ്പോൾ വെറും ചോറ് വെക്കുമ്പം അതിൻ്റെ മേളിലേക്ക് നമുക്ക് കറികൾ ഇതുപോലെ നമ്മൾ വെജിറ്റബിളൊക്കെ താളിച്ചിട്ട് ഇതിൻ്റെ മേളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മെഴുക്ക് പുരട്ടിയും എല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുന്നതാണ്. പിന്നെ നമുക്ക് ഉണ്ടാകുന്നത് നമ്മൾ രാത്രി പിന്നെയും നമ്മൾ ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് പിന്നെയും രാത്രി നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളൊരു പ്രോസസ്സില്ല. അതിനില്ലാതെ രാവിലെ തന്നെ ഉണ്ടാക്കുമ്പം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ഇതിനു മുമ്പുള്ള വീഡിയോയിൽ. നമുക്ക് പുട്ടാണെങ്കിലും ഇടിയപ്പം ആണെങ്കിലൊക്കെ അറ്റ് എ ടൈം 30 കുറ്റി വരെയും ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് ചൂടാറാതെ നമ്മൾ ഇതുപോലെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ രാത്രി ഫ്രഷ് ആയിട്ട് കഴിക്കാൻ പറ്റും. ഇനി നമുക്ക് കടല വേവിക്കാനും ഈ ഒരു റൈസ് കുക്കർ തന്നെ മതി കേട്ടോ. വേറെ ഒന്നും വേണ്ട. കടലയിലേക്ക് ഒരു നുള്ള് സോഡാപ്പൊടിയില്ല, ഒരു നുള്ള് മാത്രം കുറയൊന്നും ഇടരുത്. സോഡാപ്പൊടി ഇട്ട് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ ഇതിലേക്ക് ഇറക്കി തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് അടച്ചു വെച്ചാൽ മതി. രാത്രി ചെയ്ത് വെച്ച് രാവിലെ എഴുന്നേറ്റാൽ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു മണിക്കൂർ നിങ്ങൾ വെച്ചാൽ മാത്രം മതി. 1 മണിക്കൂർ വേണ്ടി വരും. എന്താണെന്ന് വെച്ചാൽ റൈസ് കുക്കറല്ലേ, കുക്കറൊന്നും അല്ലല്ലോ. അല്ലെങ്കിൽ ഒരു രാത്രി നമ്മൾ ഇതുപോലെ ചെയ്തിട്ട് രാവിലെ എണീക്കുമ്പോൾ നല്ല വെന്ത് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. അപ്പം നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് 1 മണിക്കൂർ സമയം ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ റൈസ് കുക്കറിൽ നമുക്ക് കടല വേവിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വേവിച്ച് കിട്ടുന്നതാണ് കേട്ടോ. കണ്ടില്ലേ, നല്ല പോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുത്താൽ മാത്രം മതി. ഇതുപോലുള്ള ചെറിയ കാര്യങ്ങൾ, അതുപോലെ ഏതൊരു ധാന്യവും നമ്മൾ വേവിക്കുമ്പം നമ്മൾ കുറച്ച് നേരം വെള്ളത്തിൽ
വെള്ളത്തിലിട്ട് വെച്ച് ഇപ്പോൾ ചെറുപയറാകട്ടെ പരിപ്പാകട്ടെ ഏതൊരു സാധനവും നമ്മൾ വേവിക്കുന്നതിന് കുറച്ച് സമയം നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ് കേട്ടോ. ഈ ഒരു റൈസ് കുക്കർ നല്ലതുപോലെ തന്നെ അതിൻ്റെ ഒരു ഈർപ്പം തുടച്ച് വെച്ചാൽ മാത്രമേ അത് കാലങ്ങളോളം നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുള്ളൂ. അടുത്തതായിട്ട് നമ്മൾ എപ്പോഴും ചോറ് വെക്കും അല്ലേ, ചോറ് വെക്കുമ്പോൾ ഈ ഒരു ട്രിക്ക് ചെയ്ത് നോക്കുക കേട്ടോ. കുറച്ച് ഉപ്പിട്ട് അരി നല്ലതുപോലെ കഴുകിയെടുക്കുക. എന്നിട്ട് നമുക്ക് നമ്മളുടെ ഇതില്ലേ കാസ്ട്രോൾ ഉണ്ടെങ്കിൽ അതിലേക്ക് നല്ല ക്വാളിറ്റിയുള്ള കാസ്ട്രോൾ ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇത് കിട്ടുന്നതാണ് കേട്ടോ. അതിലേക്ക് നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ച് രാത്രി ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു തിള മാത്രം മതി കേട്ടോ അരിക്ക്. അതുപോലെ നമുക്ക് ആയി കിട്ടുന്നതാണ്. ഇതുപോലെ ഒന്ന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് ഇതൊന്ന് മൂടി വെക്കുക. നോക്കിക്കേ, പിറ്റേന്ന് രാവിലെ നോക്കിക്കേ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ലതുപോലെ വെന്തിട്ടുണ്ട് കണ്ടില്ലേ, അരിയുടെ ആ ഒരു പരുവൊക്കെ മാറിയിട്ട് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്ന് കലത്തിലേക്ക് മാറ്റിയിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചാൽ മാത്രം മതി. നല്ല അടിപൊളി ചോറ്. അപ്പോൾ ഗ്യാസ് എത്രത്തോളം ഏതൊക്കെ കാര്യങ്ങൾക്ക് നമുക്ക് ലാഭിക്കാനായിട്ട് സാധിച്ചു. അതുപോലെ നിങ്ങൾ കടലയാകട്ടെ ചെറുപയറാകട്ടെ എന്തൊരു സാധനവും നമ്മൾ 1/2 കിലോ നമ്മളിപ്പോൾ ഒരാഴ്ചയിൽ 2-3 പ്രാവശ്യം എടുക്കണമെങ്കിൽ ആ ഒരു ക്വാണ്ടിറ്റിയിൽ നമ്മൾ എടുത്തിട്ട് ഇത് വേവിച്ച് വെക്കുക. അപ്പോൾ ഒറ്റയടിക്ക് തന്നെ ഇത് നമുക്ക് വെന്ത് കിട്ടുന്നതാണ്. നമ്മൾ സാധാരണ വേവിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ. അതിൻ്റെ മേളിലേക്ക് നമുക്ക് പിന്നെയും ആവശ്യമുള്ള പച്ചക്കറിയോ ഇതുപോലെ ചെറുപയറിൻ്റെ ഒപ്പം കടല ഇടാം, കടലേൻ്റെ ഒപ്പം ചെറുപയർ ഇടാം, ഗ്രീൻ പീസ് ഇടാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ഇതിലേക്ക് വെച്ച് കൊടുത്ത് ഇപ്പോൾ കുക്കറിൽ വലിയ കുക്കറാണെങ്കിൽ 2-3 കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് വെച്ചാൽ മതി. നമുക്ക് ജോലി എളുപ്പമാണ്, അതുപോലെ തന്നെ ഗ്യാസും ലാഭിക്കാൻ സൂപ്പറാണ് കേട്ടോ. ഈ ഒരു ട്രിക്കൊക്കെ നിങ്ങൾ ചെയ്ത് നോക്ക്. ഇതിപ്പോൾ നമുക്ക് ഈ ഒരു ഗ്രീൻ പീസ് ഇന്ന് എടുക്കാനാണ്, ഒന്ന് താളിച്ചെടുത്താൽ മാത്രം മതി. ചെറുപയർ നമുക്കൊരു 3 ദിവസത്തേക്കുള്ള ചെറുപയറുണ്ട്. അപ്പോൾ നമ്മളത് ഒരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുക. നമ്മളൊന്ന് താളിച്ച് കടുക് പൊട്ടിച്ച് ഉള്ളി താളിച്ച് നമ്മൾ എടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾ ഒറ്റയടിക്ക് തന്നെ ഇത് വേവിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുവാനും അതുപോലെ തന്നെ നമുക്ക് ഗ്യാസ് ലാഭിക്കാനും സാധിക്കുന്നതാണ്. ഇതേ മെത്തേഡ് തന്നെ നിങ്ങൾക്ക് പല പയർ വർഗ്ഗങ്ങളും നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ചെറുപയറും ഗ്രീൻ പീസ് കാണിച്ചു തന്നെങ്കിലും പല രീതിയിൽ. അതുപോലെ തന്നെ വലിയ കുക്കറാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി സാധനങ്ങൾ ഇതിലിപ്പോൾ പഴം പുഴുങ്ങാം, മുട്ട പുഴുങ്ങാം, ഓരോരോ തട്ടായിട്ട് നിങ്ങൾ വെച്ച് കൊടുത്താൽ മതി. അതിനനുസരിച്ചുള്ള പാത്രങ്ങളിൽ വെച്ച് കൊടുത്താൽ മാത്രം മതി. ഇത് കണ്ടില്ലേ, ഗ്രീൻ പീസും വെന്തിട്ടുണ്ട്, ചെറുപയറും വെന്തിട്ടുണ്ട്. ചെയ്ത് നോക്കാം കേട്ടോ. അതുപോലെ മാക്സിമം എല്ലാ കാര്യങ്ങളും കുക്കറിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മളിപ്പോൾ വയറ്റുകയും ഉണ്ടാക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു മുട്ടക്കറി ആണെങ്കിൽ കൂടി നിങ്ങൾ കുക്കറിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ ഗ്യാസ് ലാഭിക്കാനായിട്ട് സാധിക്കും. പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടാനായിട്ട് സഹായിക്കുന്ന ഒരു സാധനമാണ് ഈ കുക്കർ. അപ്പോൾ നമ്മൾ കുറച്ച് മസാല അധികം ഇതുപോലെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് ഇപ്പോൾ ചിക്കൻ കറിക്കും കടലക്കറിക്കും മുട്ടക്കറിക്കൊക്കെ നമ്മൾ സെയിം ഒരു മസാല ആയിരിക്കുമല്ലോ, എന്തെങ്കിലും ഒരു ചെറിയ കാര്യം മാത്രമേ നമ്മൾ വ്യത്യാസം വരുത്താറുള്ളൂ. അപ്പോൾ ആ ഒരു മസാല നമ്മൾ കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഇതുപോലെ എടുത്ത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് കുറച്ച് എടുത്തിട്ട് നമുക്ക് ചിക്കൻ കറിയിലും മുട്ടക്കറിയിലൊക്കെ നമുക്ക് ഇട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതിപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ സവാള വഴറ്റി ഉള്ളി ഇട്ട് തക്കാളി ഇട്ട് വഴറ്റി എടുക്കുമ്പോൾ അത്രത്തോളം ഗ്യാസാണ് നമുക്ക് പോകുന്നത്. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു സമയം തന്നെ എല്ലാ കാര്യങ്ങളും ആക്കി എടുക്കാനും പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സമയവും ലാഭിക്കാം, അതുപോലെ തന്നെ നമുക്ക് ഗ്യാസും ലാഭിക്കാൻ സാധിക്കും. 1-2 വിസിൽ മാത്രം ഇതിന് വന്നാൽ മതി. എന്നിട്ട് നമ്മളിത് ചൂടാറി കഴിയുമ്പം അരച്ച ഒരു കണ്ടെയ്നറിൽ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. ഐസ് ക്യൂബ്സ് ആയിട്ട് എടുത്തു വെക്കുക. ചെറിയ ചെറിയ പാത്രങ്ങൾ ഒരു ദിവസം ഇത്ര മസാല വേണമെന്നുള്ള അളവിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു മസാല എടുത്ത് വയ്ക്കാം. ഇല്ലെങ്കിൽ ഇതുപോലെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ പുറത്തെടുത്ത് വെച്ചിട്ട് അത് നമുക്ക് ഏത് കറിയിലാണോ ഇടേണ്ടത് ആ കറിയിലേക്ക് നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതൊരു കറി ഉണ്ടാക്കുമ്പോഴും കുക്കറിൽ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടാനും പെട്ടെന്ന് കറി ആകുവാനും അതുപോലെ തന്നെ നമുക്ക് ഗ്യാസ് ലാഭിക്കുവാനും സൂപ്പറാണ് കേട്ടോ. ഈ പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ വിചാരിക്കും ഇത്രത്തോളം നിങ്ങൾക്ക് ഗ്യാസ് ലാഭിക്കാൻ പറ്റുമെന്ന്. പക്ഷെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ, നല്ല രീതിയിൽ നമുക്ക് ഗ്യാസ് ലാഭിക്കാനായിട്ട് സാധിക്കുന്നതാണ്. നല്ല രീതിയിൽ നമുക്കത് ഉപയോഗപ്രദമാവും കേട്ടോ. ചെയ്ത് നോക്കണേ. അടുത്തതായിട്ട് നമുക്ക് ഗ്യാസ് ഒന്നും ഇല്ലാത്തൊരവസ്ഥയാണെങ്കിൽ കൂടി നമുക്കൊരു 8 കട്ടയുണ്ടെങ്കിൽ നമ്മൾ ചുടുകട്ടയുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഒരു അടപ്പ് ഉണ്ടാക്കി എടുക്കാം കേട്ടോ. അടപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ കത്തിക്കാനും പറ്റും, അതുപോലെ തന്നെ നല്ല ചൂടായിരിക്കും.
എന്താ പറയുക, റോക്കറ്റ് അടപ്പ് എന്ന് പറയല്ലേ, അതിനേക്കാളും സൂപ്പറായിട്ട് കത്തുന്ന ഒരു അടപ്പാണ് കേട്ടോ. നല്ല പെട്ടെന്ന് നമുക്ക് ഭക്ഷണമായി കിട്ടും. അതുപോലെ തന്നെ കരി പിടിക്കും എന്നുള്ള ഒരു പേടിയും വേണ്ട. നല്ല അടിപൊളിയായിട്ട് കത്തുകയും ചെയ്യും. ഇതേ മെത്തേഡ് ഒന്ന് നോക്കി വെച്ചോളൂ കേട്ടോ. ഓരോ കട്ടയും വെക്കുന്ന ആ ഒരു പൊസിഷനിലെ ഒരു 2 കട്ട താഴെ വെക്കുക, 2 കട്ട ഇതുപോലെ വെച്ചിട്ട് 2 കട്ട ഇതുപോലെ ബാക്കിൽ വെച്ച് കൊടുക്കുക. ഞാൻ സ്ലോയിൽ കാണിക്കുന്നത്, നിങ്ങൾക്ക് അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. സാവകാശം കാണുമ്പോൾ വളരെ സിമ്പിളാണ്, പക്ഷേ നമുക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും. വളരെ എളുപ്പത്തിൽ നമുക്കിത് വേണ്ട എന്ന് തോന്നിയാൽ ആ നിമിഷം നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കിടിലൻ അടുപ്പാണ് കേട്ടോ. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് കത്തുകയും ചെയ്യും. പെട്ടെന്ന് തന്നെ നമുക്ക് ഫുഡൊക്കെ ആയി കിട്ടാനായിട്ട്. ഇപ്പം നമുക്ക് കുളിക്കാനുള്ള വെള്ളം, അതുപോലെ ഈ ഒരു വെള്ളം കുടിക്കാനും ഉപയോഗിക്കുക, കുളിക്കാനും തിളപ്പിക്കാനൊക്കെ ഈ ഒരു അടപ്പ് സൂപ്പറാണ് കേട്ടോ. 2 ചിരട്ടയും കുറച്ച് ചൂട്ടും ഉണ്ടെങ്കിൽ തന്നെ നല്ല പോലെ തന്നെ എന്തെങ്കിലും ഉണങ്ങിയ സാധനങ്ങളും 2-3 ചിരട്ട ഇട്ട് കൊടുത്താൽ മാത്രം മതി, അടിപൊളിയായിട്ട് കത്തുന്നതാണ്. ഇനി ഇതിൽ കരി പിടിക്കുമെന്നുള്ള ഒരു പേടിയും വേണ്ട കേട്ടോ. നമ്മൾ ഉപയോഗിക്കുന്ന പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എണ്ണ നല്ലതുപോലെ സ്പ്രെഡ് ചെയ്തിട്ട് ഇപ്പം നമ്മൾ ചട്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ചട്ടിയിലും നമ്മൾ ഇതേപോലെ തന്നെ നമുക്ക് എണ്ണ തേച്ച് കൊടുത്തിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നല്ല പെട്ടെന്ന് തന്നെ ആ ഒരു കരി കളഞ്ഞെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. ഇപ്പം ഈ ഒരു പാത്രത്തിൽ എത്രത്തോളം കരി പിടിച്ചിട്ടുണ്ടെന്ന് നോക്കിക്കേ, നല്ല രീതിയിൽ കരിയായിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഒരച്ചോ ഒന്നും നമ്മൾ നഖത്തിൻ്റെ ഉള്ളിൽ കയ്യിലൊക്കെ കരിയാവുമോ എന്നൊക്കെ ഉള്ളൊരു പേടി ഉണ്ടാവും. നമ്മൾ ഈ ഒരു കരി പിടിച്ച പാത്രങ്ങൾ കഴുകുമ്പോൾ ഏറ്റവും വലിയ പാട് അതാണല്ലോ. അപ്പോൾ അതൊന്നും പേടി വേണ്ട, നല്ല പോലെ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് കഴുകിയെടുക്കാനായിട്ട് സാധിക്കും. നമ്മളൊരു ടിഷ്യൂ പേപ്പർ കൊണ്ട് നമ്മൾ തുടച്ചെടുത്താൽ മതി. നമ്മൾ അങ്ങനെയൊന്നും തുടച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു സ്പോഞ്ച് വെച്ച് ഒരു ഇത്തിരി വെള്ളം ഒഴിച്ച് അങ്ങോട്ട് കഴുകി കളഞ്ഞാൽ മതി. പക്ഷേ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ്. ഒന്ന് ടിഷ്യൂ ഒന്ന് നനക്കണം കേട്ടോ. എന്ന് വെച്ചാൽ ഇതിപ്പം ചൂട് പാത്രമല്ലേ, അപ്പം ഒന്ന് നനച്ചിട്ട് നമ്മളൊന്ന് തുടച്ചെടുത്താൽ നല്ല ക്ലീനായിട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ ടിപ്സുകളെല്ലാം, ഈ ഒരു ഗ്യാസ് ഇല്ല എന്നുള്ളൊരു ടെൻഷനേ ഇനി വേണ്ട. നമുക്ക് ഇതുപോലെ ഇപ്പം റൈസ് കുക്കർ, നമ്മൾ എന്താ പറയുക, കുക്കർ കൊണ്ടുള്ള സൂത്രം, നമ്മൾ ഒരാഴ്ചത്തേക്ക് ധാന്യങ്ങൾ വേവിച്ച് വെക്കുക, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തു വെച്ചാൽ അടിപൊളിയായിട്ട് നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. കണ്ടില്ലേ, നല്ല രീതിയിൽ തന്നെ ആ ഒരു കരി പോകുന്നത് നോക്കിക്കേ, എന്ത് ഈസി ആയിട്ടാണെന്ന്. ഒന്ന് വെള്ളത്തിലൊന്ന് ജസ്റ്റ് ഇനി കഴുകിയെടുത്താൽ മാത്രം മതി, സൂപ്പറായിട്ട് നമുക്ക് പോയി കിട്ടുന്നതാണ്. ഇനി അടുത്തത് നമ്മളുടെ ഗ്യാസ് കൊണ്ടുവരുമ്പോൾ ഇപ്പോൾ വളരെയധികം കള്ളത്തരങ്ങൾ നടക്കുന്നുണ്ട്. ആ ഗ്യാസിൽ നിന്ന് ഗ്യാസ് എടുത്തിട്ടൊക്കെ കൊണ്ടുവരുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പം. ഒരു ഇഷ്ടിക നനച്ചെടുക്കുക, എന്നിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞാൽ മാത്രം മതി. നമ്മൾ ഗ്യാസ് കൊണ്ടുവരുമ്പോൾ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എത്രത്തോളം അതിൽ ഗ്യാസ് ഉണ്ടെന്നുള്ളത് നമുക്ക് പ്രൂഫ് സഹിതം കാണാൻ പറ്റുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഇത് കൊണ്ടുവന്ന ഗ്യാസാണ്. ഇപ്പോൾ അതെ ആ ഒരു ഭാഗം ഡ്രൈ ആയിട്ടുണ്ട്, അതിൻ്റെ താഴോട്ട് ഗ്യാസ് ഉണ്ട്, അത്രത്തോളം ഗ്യാസ് തീർന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇതെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗ്യാസ് തീരുമ്പോൾ വിചാരിക്കും നമ്മൾ തീർന്നു പോയിട്ടാണ്, നമ്മൾ ഉപയോഗിച്ചിട്ടാണെന്ന്. പക്ഷേ അങ്ങനെയല്ല. ഇപ്പോൾ പല രീതിയിലുള്ള വെട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഗ്യാസ് കൊണ്ടുവരുമ്പോൾ തന്നെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഏജൻസിയെ വിളിച്ചറിയിക്കണം. എന്നിട്ട് ഗ്യാസ് തിരിച്ചു കൊടുത്തിട്ട് നമ്മൾ പുതിയ കുറ്റി എടുക്കണം കേട്ടോ. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഉപയോഗപ്രദമായി എന്ന് തോന്നിയാൽ ലൈക്ക് ഇടാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം.